ഇതാണ് ഡിഫറൻഷ്യൽ ലോക്ക്. ഈ സ്വിച്ച് അതായത് 2 വീലും ലോക്ക് ചെയ്തിട്ട് ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ സ്വിച്ച് ഇട്ടാൽ നമ്മൾ ചെളിയിലൊക്കെ താന്നിട്ട് കയറി വരാൻ വേണ്ടി ഉപയോഗിക്കാം. ടിപ്പറിലൊക്കെ കൂടുതൽ യൂസ് ആവുന്നത് ഇത് അത്ര നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിലൊരു കണ്ടീഷൻ ഉണ്ട്, സ്റ്റിയറിംഗ് നേരെ ആയിരിക്കണം. സ്റ്റിയറിംഗ് ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കുവാണെങ്കിൽ ആക്സിൽ ഓടിച്ചു കളയും. ഈ വണ്ടിയുടെ എല്ലാ പാർട്സിനും ഭയങ്കര വിലയാണ്. ആക്സിലിന് 6 ലക്ഷം രൂപ എടുത്ത് മാറണമെങ്കിൽ വരുന്നതാണ് ഞങ്ങൾ ട്രെയിനിങ് സെന്റർ വെച്ച് പറഞ്ഞത്. പിന്നെ ഇതിന്റെ നമ്മുടെ സാധാരണ ഉള്ള തന്നെ ഇതിന്റെ റീജനറേഷൻ സ്വിച്ചാണ്. പിന്നെ AC ഉണ്ട്, ഫുള്ള് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം, ഫോണെല്ലാം കണക്ട് ചെയ്യാം. ഇത് എയർ പ്രഷർ, ഇത് എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ, എഞ്ചിൻ ഓയിൽ പ്രഷർ, അങ്ങനെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേയിൽ പ്രീ ചെക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ടർബോ ഉപയോഗിച്ച് ഇട്ടാ ഓടുന്ന വണ്ടി ഓടുന്ന സമയത്ത്, കാരണം മൈലേജ് പിടിക്കാൻ വേണ്ടി. ടർബോ അധികം കയറാതെ ഓടിച്ചാൽ മൈലേജ് കിട്ടും. ഇപ്പൊ ഇവിടെ കാണിക്കും ആവറേജ് ഇപ്പൊ എത്ര മൈലേജാണ് കിട്ടുന്നത്, ഇപ്പൊ എത്ര മൈലേജ് ഉണ്ട്, എത്ര കിലോമീറ്ററോടെ വണ്ടി പോകും. അപ്പൊ ഇതിലേ ചോദിച്ചോട്ടെ, എത്രയാണ് മൈലേജ്? വണ്ടി ഓരോ വണ്ടി വിളിക്കും, പഴക്കമൊക്കെ വ്യത്യാസമായിട്ടിരിക്കും. 4, 10, 5 ആ ഒരു റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും വണ്ടിക്ക്. അപ്പൊ ഇത് BS6 മോഡൽ എത്ര വർഷം? ഇത് വണ്ടി ഇതിന്റെ പ്രത്യേകം ഞങ്ങൾ എപ്പോഴും വണ്ടി മാറി മാറി ഓടിക്കുന്നത്. ഈ വണ്ടി അടുത്ത വണ്ടിയായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ഇത് വണ്ടിയാണ്, ഇച്ചിരി പഴക്കമുണ്ട്. ഇത് 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് എത്ര ലക്ഷം വരെ ഓടി വണ്ടികളുണ്ട്? ഇവിടെ ബാംഗ്ലൂര് ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 29 ലക്ഷം കിലോമീറ്റർ ഓടി, എഞ്ചിൻ പണിയാതെ. വോൾവോയുടെ ബസ്, മൾട്ടി ആക്സില്. 29 ലക്ഷം എഞ്ചിൻ പണിതിട്ടില്ല, ഓയിൽ ചേഞ്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനല്ലാണ്ട് അങ്ങനത്തെ പണികൾ, ക്ലച്ച് മാറുമായിരിക്കും, അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ബെഡ്, ഈ സീറ്റ് വെളിയിറങ്ങിയിട്ട് പിന്നെ വീഡിയോ ചെയ്ത് കാണിക്കും. സീറ്റ് എയർ അഡ്ജസ്റ്റ്മെന്റ്, ഇതുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം, പൊക്കാം, ആക്കാം, എയർ അല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വണ്ടി ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ന്യൂട്രൽ ഇട്ടിരിക്കണം. ഓട്ടോമാറ്റിക്കലി കിടന്നിട്ട് വണ്ടി എയർ പോയി കഴിഞ്ഞാല് ഗിയർ പിന്നെ ചേഞ്ച് ആവില്ല. പിന്നെ നമ്മള് എയർ കയറ്റേണ്ടി വരും. അത് ചിലപ്പോൾ ടയറിൽ നിന്ന് എയർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് കംപ്രസർ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ടി വരും. അത് വലിയ മെനക്കേടാം. ഇത് പിന്നെ ആക്കാന് പൊക്കാന് ഇവിടെ സിറ്റുണ്ട്. ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇതിന്റെ മേൽഭാഗം മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സിറ്റുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഈ രീതി തിരിക്കുമ്പോൾ ലൈറ്റ് ഓണാ. പിന്നെ ഇതിൽ തന്നെ ടോഗിലാകുമ്പോൾ എല്ലാം ഓണാക്കാം. അത്ര അതിനകത്തുള്ള സിസ്റ്റം. ഇവിടെ ഒരു മസാജ് സെന്ററും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ സ്വിച്ച് നടുവിന് അപ്പുറത്ത് കൊടുക്കുന്നത്, ഈ ഭാഗത്തായിട്ട് ബലൂൺ. ഈ സ്വിച്ച് ആക്കിയ നമ്മുടെ നടുവിന്റെ പിറകിൽ ഒരു ബലൂൺ പൊങ്ങി വരും, നമുക്ക് സപ്പോർട്ട് ചെയ്യുമല്ലേ. അപ്പൊ നല്ല സുഖിച്ച് പോവേണല്ലേ. ഇത് കേറുന്ന രീതിയുണ്ട്, അതെല്ലാം ട്രെയിൻ സെന്റർ പോകുമ്പോൾ പഠിപ്പിക്കും. ഈ 2 ഹാൻഡിൽ പിടിക്കുക, 1, 2, 3. അങ്ങനെയാണ് കയറേണ്ടത്. സ്പീഡിനെ പിടിച്ച് കയറരുത്. ഓക്കെ. ഇറങ്ങുമ്പോൾ 1, 2